നമസ്കാരം. ബംഗ്ലാദേശിന്റെ ആകാശത്തിപ്പോൾ കാർമേഘങ്ങൾ നിറയുകയാണ്. അവാമി ലീഗിനെ നിരോധിക്കാനും ഹസീനയെ ജയിലിലടയ്ക്കാനും വെമ്പുന്നവർ ബംഗ്ലാദേശിനെ തീവ്രവാദത്തിന്റെ ചാരക്കൂനയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ ഇരുളടഞ്ഞ നീക്കങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ ഒരു ജനാധിപത്യ മാറ്റമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗൗരവകരമായ ഭീഷണിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് സർക്കാർ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കുമ്പോൾ അത് വെറും നിയമ നടപടിയായി കാണാൻ പറ്റില്ല. പകരം ഭാരതത്തോടുള്ള കടുത്ത വെല്ലുവിളിയായാണ് നാം കാണേണ്ടത്. വികസനത്തിന്റെയും മതേതരത്വത്തിന്റെയും പാതയിൽ ബംഗ്ലാദേശിനെ നയിച്ച ഒരു നേതാവിനെതിരെ ആയുധം തിരിയുന്നവർ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനെ വീണ്ടും ഇരുളടഞ്ഞ മതഭ്രാന്തിന്റെയും അരാജകത്വത്തിന്റെയും കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം ബംഗ്ലാദേശിന്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. തീവ്രവാദത്തെ അടിച്ചമർത്തിയും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ നേതാവായിരുന്നു അവർ. ഭാരതവുമായി ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്ന ഹസീന നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയിൽ വലിയ പങ്കാണ് വഹിച്ചത്. 2024 ഓഗസ്റ്റിൽ നടന്ന അക്രമങ്ങളെ ജനകീയ മുന്നേറ്റം എന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറല്ല. അതൊരു കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന കലാപമായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെയും വിദേശ ശക്തികളുടെയും അജണ്ട നാം തിരിച്ചറിയണം. സമാധാനപരമായി നടക്കേണ്ടിയിരുന്ന ഒരു പ്രക്ഷോഭത്തെ ചോരക്കളമാക്കിയവർ ഇന്ന് നീതിയുടെ വേഷമണിഞ്ഞ് ഹസീനയെ വേട്ടയാടുന്നത് ബംഗ്ലാദേശിനെ ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോവും എന്ന് മന്ത്രി ഷാ ഇസ്ലാം പറയുമ്പോൾ നാം ചോദിക്കേണ്ടത് ആ നിയമം ആരുടേതാണെന്നാണ്. ഹസീനയ്ക്കെതിരെ ചാർത്തിയ കേസുകൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. മുൻ ഭരണാധികാരിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഒരു നാഗരിക സമൂഹത്തിന് ചേർന്നതല്ല. ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഇത്തരം ഭരണകൂടങ്ങൾ ബംഗ്ലാദേശിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഇല്ലാതാക്കുകയാണ്. ഇതൊരു നീതി നിർവഹണമല്ല, മറിച്ച് രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള ശ്രമമാണ്. ഭാരതം എപ്പോഴും അയൽ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നവരാണ്. എന്നാൽ ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ ഭാരതത്തോട് കാണിക്കുന്ന സമീപനം ഒട്ടും ആശാവഹമല്ല. ഹസീനയെ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ അന്തസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ അയൽപ്പക്കത്ത് ഭീകരവാദ ശക്തികൾ പിടിമുറക്കുന്നത് നോക്കി നിൽക്കാൻ നമുക്കാവില്ല. ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം പരിഗണിക്കുന്നതിനേക്കാൾ ഉപരി അവിടെ ജനാധിപത്യം നിലനിർത്താനും ഭീകരത തടയാനുമുള്ള മാർഗങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവാമി ലീഗിനെ നിരോധിക്കുന്നതിലൂടെ ബംഗ്ലാദേശ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഭാരത വിരുദ്ധ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കാനാണ്. ഹസീനയില്ലാത്ത ബംഗ്ലാദേശ് മതഭീകരവാദികളുടെ താവളമായി മാറും. നമ്മുടെ അതിർത്തികൾ വീണ്ടും അശാന്തമാകും. ഹസീനയ്ക്കെതിരെ കേസെടുക്കുന്നവർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ നീതി പക്ഷപാതപരമാണെന്ന് ആർക്കും മനസ്സിലാകും. ഒരു ജനാധിപത്യ രാജ്യത്ത് മുൻ പ്രധാനമന്ത്രിയെ ഇത്രയും ക്രൂരമായി വേട്ടയാടുന്നത് എവിടെയും കാണാൻ കഴിയില്ല. ഹസീനയെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നവർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ വായടപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതെന്തിനാണ്? BJP എന്ന വികസനത്തിന്റെ സുരക്ഷയ്ക്കും ഒപ്പമാണ്. ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശിൽ കണ്ട വികസനം ഇന്നത്തെ അരാജകത്വത്തിൽ കാണാനാവത്തില്ല. ജനാധിപത്യത്തിന്റെ പേരിൽ ഏകാധിപത്യം നടത്തുന്നവരെ ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. ഹസീനയെ തളയ്ക്കുന്നത് വഴി അവർ ഭാരതത്തിന്റെ നയതന്ത്ര തന്ത്രങ്ങളെയാണ് തകർക്കാൻ നോക്കുന്നത്. പക്ഷേ BJP സർക്കാരിന്റെ നിലപാട് ശക്തമാണ്. ഇന്ത്യ ആരെയും ഭയപ്പെടുത്തില്ല. ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ളവർ ഭാരത വിരുദ്ധത വിതച്ചാൽ അവർക്ക് തന്നെയാവും തിക്തഫലം അനുഭവിക്കേണ്ടി വരിക. ഹസീന ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് ഭാരതവുമായുള്ള നല്ല ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. അവരെ ജയിലിലടയ്ക്കുന്നത് ബന്ധങ്ങൾ വഷളാക്കാനേ ഉപകരിക്കും. ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് ഭയത്തിലാണ്. തീവ്രവാദികളുടെ പിടിയിലായ ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞു. ഹസീനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും കഴിയാത്ത അവസ്ഥ. പക്ഷെ കാലം സത്യം തെളിയിക്കും. തെറ്റായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ജനങ്ങൾ മറുപടി നൽകും. ഹസീനയെ വേട്ടയാടുന്നതിലൂടെ തങ്ങളുടെ പതനം വേഗത്തിലാക്കുകയാണ് ഈ ഭരണകൂടം. ഷെയ്ഖ് ഹസീനയ്ക്ക് എന്ത് സംഭവിക്കും എന്നത് ബംഗ്ലാദേശിന്റെ മാത്രം വിഷയമല്ല, ഇത് ഭാരതത്തിന്റെ സുരക്ഷയുടെയും അന്തസ്സിന്റെയും വിഷയം കൂടിയാണ്. ജയിലിലടയ്ക്കുക എന്ന ഭീഷണിയുമായി നടക്കുന്നവർ ഒരു കാര്യം ഓർക്കുക: ജനഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. നാം നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ബംഗ്ലാദേശിലെ നീതിയില്ലാത്ത ഇത്തരം നീക്കങ്ങളെ ഭാരതം ഗൗരവമായി തന്നെയാണ് കാണുന്നത്. സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭാരതമെന്നും പ്രതിജ്ഞാബദ്ധമാണ്. ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഇപ്പോൾ നടന്നു നീങ്ങുന്നത് ഒരു അപകടകരമായ ചരിത്രത്തിലേക്കാണ്. ഹസീന എന്ന നേതാവിനെ ജയിലിൽ അടയ്ക്കുന്നതിലൂടെ അവർ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തെ തന്നെയാണ്. ഭാരതത്തിന്റെ താല്പര്യങ്ങളെ വ്രണപ്പെടുത്തിയും അയൽപ്പക്കത്തെ തീവ്രവാദ ശക്തികൾക്ക് ചൂട്ടുപിടിച്ചും അധികകാലം മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. സത്യത്തിന്റെ പാതയിൽ നിൽക്കുന്നവരെ അടിച്ചമർത്താൻ നോക്കിയാൽ ഒടുവിൽ ജനങ്ങളുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരിക ഭരണാധികാരികൾക്ക് തന്നെയായിരിക്കും.
ഭാരതം കണ്ണുനട്ട് എല്ലാം വീക്ഷിക്കുന്നുമുണ്ട്. ബംഗ്ലാദേശിന്റെ ഈ അവിവേകം അയൽപ്പക്കത്തെ സമാധാനത്തിന് വിഘാതം സൃഷ്ടിച്ചാൽ അതിന്റെ കനത്ത വില അവർ തന്നെ നൽകേണ്ടി വരും. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.